ഹലോ. ഞങ്ങളിന്ന് ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ്. ഔട്ടിങ്ങിന് വെച്ചാൽ ചെറുതായിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഒരു ഐഡിയയിൽ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഫാമിലിയോട് കൂടി പുറത്തിറങ്ങുമ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം എവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫീൽ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ നല്ല ടേസ്റ്റിൽ ഭക്ഷണം കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വയറ് അസിഡിക് ആവും. അതുപോലെ അങ്ങനെ തുടങ്ങി ഫുഡ് ഇൻഫെക്ഷൻ വരെ എത്തുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല അങ്ങനെയല്ലാതെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് വഴിയെ കാണാം. ഓക്കെ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ നാടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് ഇതൊക്കെ. ചുറ്റും പാടങ്ങളും പുഴകളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ച് ഐസൊലേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു ഹൈറ്റിലാണുള്ളത് വീട്. അപ്പോൾ ഈ വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അധികം വീട്ടിലേക്ക് ഇഷ്യൂസൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഈ കണ്ടില്ലേ, ഈ പാടത്തൊക്കെ ഫുള്ള് വെള്ളം നിറയും, പുഴവെള്ളം വരും. അപ്പോൾ ശരിക്കും അവിടെ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവും കുറച്ച് ദിവസമൊക്കെ. അധികം വെള്ളം വരും. ഇപ്പം പിന്നെ റോഡൊക്കെ ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് വലിയ മാറ്റമല്ല കേട്ടോ. ഓക്കെ. ഇത് നമ്മളവിടേക്ക് പോകുന്ന വഴിയാണ്. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളന്നൂർ എന്നാണ് ഈ ഒരു ഏരിയയിലേക്ക് പറയുന്നത്. കോഴിക്കോടിൻ്റെയും മുക്കത്തിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ടാണ്. NIT അടുത്താണ്. അതുപോലെ IIM-ൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഓർഗാനിക്കായിട്ടുള്ള ഫുഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുമാത്രമല്ല കുറച്ചുകൂടിയും നല്ല ഇപ്പം കാണുന്ന ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നത്തിൻ്റെ മെയിൻ കാരണം എന്നുള്ള ഇപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കി. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന BPക്ക് കാരണം നമ്മൾ കഴിക്കുന്ന ഫാറ്റാണ്, ഓയിലാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്താണെന്നുള്ള ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ അധികമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും റിഫൈൻഡ് ഓയിലുകളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയും ഗോതമ്പൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേര് തന്നെ കാണാൻ പറ്റും, മില്ലറ്റ് കഫേ എന്നാണ്. മില്ലറ്റ് നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു മില്ലറ്റ് ഇയറൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം മില്ലറ്റിൻ്റെ പ്രാധാന്യം എല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. മില്ലറ്റിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട്, പിന്നെ ഒരുപാട് ന്യൂട്രീഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇപ്പോൾ ഉള്ള ഒരു അസുഖമുള്ള സിറ്റുവേഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റുന്ന ഒന്നാണ് ഈ മില്ലറ്റ്. കാരണം അതിൻ്റെ ഫൈബർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ മില്ലറ്റിൻ്റെ ബാക്കി ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവിധ ജ്യൂസുകളും നമുക്ക് കിട്ടും. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ജ്യൂസ് നല്ല സാധനമാണ്, പക്ഷേ റോ ആയിട്ട് ഫ്രൂട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ജ്യൂസ് നമ്മൾ കുടിക്കും. പക്ഷേ ജ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ജ്യൂസിൽ പഞ്ചസാര ഇട്ടിട്ട് ഇതിൻ്റെ ഈ ബെനിഫിറ്റ് എല്ലാം കളയും നമ്മൾ. പക്ഷേ ഇവിടെ കരിമ്പ് ജ്യൂസിലാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പം നമ്മൾ ആ റിഫൈൻഡ് ഷുഗർ എന്നുള്ള ഒരു അവസ്ഥ ഇല്ലാതെ ആയിരിക്കും. നമ്മളിപ്പോൾ അതിൽ പൈനാപ്പിൾ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഇളന്നി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇനി കരിമ്പ് ജ്യൂസ് മാത്രമായിട്ട് കിട്ടും. പിന്നെ ഈ കഴിക്കുന്ന അട എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് റൈസിൽ ചെയ്ത അടയാണ്. ബ്ലാക്ക് റൈസിൻ്റെ ബെനിഫിറ്റ് അറിയാമല്ലോ അല്ലേ. നമ്മൾ ഫോർബിഡൻ റൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന റൈസാണ്. പണ്ട് രാജകുടുംബങ്ങളിൽ മാത്രം കൊണ്ടുവരുന്നതാണ്, പുറത്തുനിന്ന് വന്ന റൈസാണ്. പക്ഷേ അതിൽ ബെനിഫിറ്റ് ഉണ്ട്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് അരിയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇത് തവിട് കളയാതെ റിഫൈൻ ചെയ്യാത്ത അരിയാണ്. പിന്നെ അതുപോലെ ഇവിടെ കാണുന്ന പലഹാരങ്ങൾ, ഈ പഴംപൊരി പോലുള്ള പലഹാരങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ മില്ലറ്റിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുപോലെ ഈ ഷോപ്പ് നടത്തുന്ന ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഫാർമർ കേരളത്തിലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഓർഗാനിക് ഫാർമറാണ്. അദ്ദേഹം 200ഓളം വെറൈറ്റി നെൽവിത്തുകൾ കൺസർവ് ചെയ്ത് വരുന്നുണ്ട്, നാടൻ നെൽവിത്തുകൾ. നമുക്ക് ഈ ഷോപ്പിൽ ഓർഗാനിക് പ്രൊഡക്റ്റുകളും മില്ലറ്റ് പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, തരാം. ഓക്കെ, താങ്ക്